സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായികയായിട്ടുള്ള റൊമാനയാണ് കാണിക്കുന്നത്. തൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ കാണുകയായിരുന്നു അവൾ. ഞാൻ മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. വീടിൻ്റെ വെളിയിലായിട്ട് നല്ലൊരു ഫാം, മുന്നിലായിട്ട് നിനക്കിഷ്ടമുള്ള പൂക്കൾ, ഞാനും നീയും നമ്മുടെ മക്കളുമായിട്ട് സന്തോഷമായൊരു ജീവിതം. വീണ്ടും വീണ്ടും ആ വീഡിയോ തന്നെ അവൾ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പാണ് അവളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് മരിച്ചു പോയത്. ഇതുവരെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല അവൾ. ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൊമാന ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മകനായിട്ടുള്ള ടൈലർ റൂമിലേക്ക് വരുന്നത്. അമ്മ എന്താ പറ്റിയെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കറണ്ട് പോവാണ്. വേഗം അവരുടെ ഓഫീസിലേക്ക് നീ ഒന്ന് വിളിച്ചു പറ എന്ന് റൊമാന പറയുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോവാ. റൊമാന അങ്ങനെ പതിയെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റിൽ അവളുടെ വലത് കാലിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ നല്ല പണിയാണ്. റൊമാനയ്ക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ടൈലറും ഇളയ മകളുടെ പേര് ആനി എന്നുമാണ്. അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ടൈലറാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതും പട്ടികൾക്കുടെ കാര്യമാണെന്നുണ്ടെങ്കിലും പാചകമാണെന്നുണ്ടെങ്കിലും എല്ലാം അവനാണ് നോക്കുന്നത്. ഡോഗിനുള്ള ഫുഡ് ഇപ്പോൾ കൊടുക്കാൻ നോക്കിയപ്പോൾ അത് തീർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന എന്തോ ഒരു ഫുഡാണ് അവനതിന് കൊടുക്കുന്നത്. പിന്നീട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് തീപ്പെട്ടി കാലിയായിരിക്കുന്നത് അവൻ കാണുന്നത്. അപ്പോൾ തന്നെ മച്ചിൻ്റെ പുറത്തേക്ക് കയറിയിട്ട് അവൻ്റെ അച്ഛൻ്റെ പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയിൽ നിന്നും ഒരു ലൈറ്റർ അവൻ എടുക്കുന്നുണ്ട്. കൂടെ തന്നെ അച്ഛൻ്റെ ഒരു പഴയ കോഫി കപ്പും എടുക്കുന്നുണ്ട് അവൻ. ഇതേ സമയം റൊമാനാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫോൺ നോക്കുമ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കറണ്ടും ഇല്ല. ഇപ്പോൾ ഒരു വിധത്തിൽ വയ്യാത്ത കാലം വെച്ചിട്ട് സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങിയിട്ട് അവൾ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോഴാണ് ആനി ആണെന്നുണ്ടെങ്കിൽ ഒരു കത്തിയും വെച്ചിട്ട് ചീസ് കട്ട് ചെയ്യാൻ നോക്കുന്നത് അവൾ കാണുന്നത്. റമോന ഓടി വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കത്തി മേടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ടൈലറിനെ വഴക്ക് പറയാണ്. നിനക്കിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ, അവളുടെ കൈ എങ്ങാനും മുറിഞ്ഞിരുന്നെങ്കിലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു കൂടിയില്ല. പകരം ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുകയാണ്. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ റൊമാനയ്ക്ക് ഈ ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ടൈലർ പറയുന്നത്. സാധനങ്ങളെല്ലാം തന്നെ തീർന്നു. അവനത് പറഞ്ഞതും അവരുടെ ഡോഗ് അപ്പം തന്നെ ഛർദ്ദിക്കുകയാണ്. ടൈലർ, ഇവനെന്താ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നതെന്ന് റൊമാന ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇതിന് തിന്നാൻ കൊടുത്തേ? ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ തീർന്ന്, അതുകൊണ്ട് വേറെ ഫുഡാണ് അവന് കഴിക്കാൻ കൊടുത്തത്. ടൈലർ അത് പറഞ്ഞതും റമോണിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം കുറേശ്ശെ തീർന്നു വരികയാണ്. ശരി, ഞാൻ തീർന്നതൊക്കെ ലിസ്റ്റ് ചെയ്യാം, നീ അവനെ കൊണ്ടുവന്ന് പുറത്ത് കെട്ട്. അങ്ങനെ അമ്മ പറഞ്ഞ പോലെ ടൈലർ ഡോഗിനെ കൊണ്ടുപോയി പുറത്ത് കെട്ടുകയാണ്. ഈ സമയം റമോനാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ലെറ്റർ എല്ലാം പൊട്ടിച്ചു നോക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കൂടിയല്ലേ അവൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് കുറേ ലെറ്ററുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു ആക്സിഡന്റ് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺമുമ്പിൽ നടക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അമ്മേ, ഏതോ ഒരു ലേഡി നമ്മുടെ യാർഡിലിരിക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലേക്ക് നോക്കിയായിരിക്കുന്നത്. എന്താ, ഒരു ലേഡിയോ? വിശ്വാസം വരാതെ റമോന വേഗം ചെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. ടൈലർ പറഞ്ഞ പോലെ തന്നെ വീടിന് മുമ്പിൽ യാർഡിലായിട്ട് ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇരിപ്പുണ്ട്. അതും ദേഹം മുഴുവൻ ഒരു കറുത്ത വസ്ത്രം ഇട്ട് മൂടിയിട്ട് ഒരു ചെയറും ഉണ്ട്. അതിലിരുന്നു കൊണ്ട് വീട്ടിലേക്ക്, അതായത് ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മുഖമടക്കം കറുത്ത വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് ആകെ കൺഫ്യൂഷനായി. ആരാണ് ഈ ലേഡി? ഇവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ആരാ അമ്മ അതെന്ന് ഈ കുട്ടികളും ചോദിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഇരിപ്പ് കണ്ടതും ആനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ടൈലർ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ അനിയത്തിയെ ചുമ്മാ പേടിപ്പിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ മരിച്ചതാണെങ്കിലോ അത് അവരുടെ പ്രേതമായിരിക്കും. ഇത് കേട്ടതും ആനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ടൈലറിനാണെന്നുണ്ടെങ്കിൽ അപ്പ റൊമാന വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് റൊമാന പറയാണ്, നീ ഇവിടെ ആനിയെ നോക്ക്, ഞാൻ പോയിട്ട് അവർ ആരാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ വയ്യാത്ത കാലം വെച്ച് പുറത്തേക്ക് പോവാണ്. അവരുടെ ഡോഗാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹലോ മാം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്തൊക്കെ ചോദിച്ചിട്ടും ആ ഒരു സ്ത്രീക്ക് ഒരു കുലുക്കവുമില്ല. അവരുടെ ആ ഒരു ഇരുത്തവും രൂപമൊക്കെ കണ്ടിട്ട് ടൈലറിനും ആനിക്കും നല്ലതുപോലെ പേടി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റമോന കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ആ സ്ത്രീ എന്തോ പറഞ്ഞതായിട്ട് റമോന ശ്രദ്ധിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? എനിക്കറിയില്ല. ശരിക്കും ഞാനല്ലേ അത് നിങ്ങളോട് ചോദിക്കേണ്ടത്. നിന്റെ പേരെന്താ? എൻ്റെ പേര് റമോന. നിങ്ങളുടെയോ? ഈ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്റെ ഹസ്ബൻഡ്, ഇത് നിന്റെ വീട് തന്നെയാണോ? ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം വന്നതും ഇവൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് വരാറായിട്ടുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. നിന്റെ ഹസ്ബൻഡ് ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുകയാണ്. അന്ന് ആക്സിഡൻറ്റിൽ പെട്ട കാറ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, പക്ഷെ നിന്റെ ഭർത്താവിന് ആ ഭാഗ്യം ഇല്ലാതായിപ്പോയി. ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റൊമോനിക്ക് നല്ല രീതിയിൽ ടെൻഷനാവാൻ തുടങ്ങി.
തങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്നത് പോലെയാണ് അവരുടെ സംസാരം. മാം, നിങ്ങൾ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് ആ ദിവസം റമോന, നീ വിളിച്ചു, ഞാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ട് കൈയും നിവർത്തി കാണിക്കുകയാണ്. അതിൽ നിറയെ രക്തം ഉണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ രമോണ ഞെട്ടിപ്പോവാണ്. പണിയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവൾ വേഗം തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് കൂട്ടിൽ കിടന്നിരുന്ന കോഴികൾ മുഴുവൻ ചത്ത് കിടക്കുന്നത് അവൾ കാണുന്നത്. വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്ട് അപ്പം തന്നെ അവൾ നേരെ പോയത് കാറ് കെട്ടിരിക്കുന്ന ആ ഒരു ഷെഡിലേക്കാണ്. അവിടെ ചെന്നിട്ട് കാറിലേക്ക് കയറിയിട്ട് അവൾ തൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ചാർജ് ആവുന്നില്ല. കാറാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ടും ആവുന്നില്ല. ഇവരുടെ പട്ടിയാണെന്നുണ്ടെങ്കിൽ കിടന്ന് കുരയാണ്. ഇത് കണ്ട ആ ലേഡിയാണെന്നുണ്ടെങ്കിൽ പട്ടിയുടെ നേർക്ക് അവരുടെ കൈ ഇങ്ങനെ നിവർത്തി കാണിക്കുന്നുണ്ട്. ആ കൈയിൻ്റെ നിഴലാണെന്നുണ്ടെങ്കിൽ പട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ടൈലറിനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മ എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ ഈ ഒരു സ്ത്രീയുടെ ഇരുത്തവും നോട്ടവും എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. അത്രയ്ക്കായോ, ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും റൊമോൻ അകത്തേക്ക് കയറി വരുന്നതും ഒരുമിച്ചായിരുന്നു. നീ എവിടെ പോവാ, അകത്ത് കയറ്, അതും പറഞ്ഞ് വെപ്രാളത്തോട് കൂടിയിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ജനലും വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. അമ്മ എന്തു പറ്റി, അമ്മ എന്തിനാ കാറിൻ്റെ അകത്തേക്ക് പോയത്? അത് ഞാൻ ടോർച്ച് ലൈറ്റ് എടുക്കാൻ പോയതാ, ഇതുവരെ കറണ്ട് വന്നില്ലല്ലോ, ചിലപ്പോൾ ആവശ്യം വരും. ആ ലേഡി എന്താ പറഞ്ഞത്? അവർ വഴി തെറ്റി വന്നതാടാ. എനിക്ക് തോന്നുന്നു അവർ നേഴ്സാണെന്നാ. നേഴ്സോ? അവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്ന അവിടെ? അവരെന്തോ മെഡിറ്റേഷൻ എടുക്കുകയെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ റൊമോന അവരുടെ അടുത്ത് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് റൊമോന ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ടൈലറിന് ഇപ്പോഴും സംശയമാണ്. അവൻ പറയുന്നുണ്ട്, അവർ പിന്നെ എന്തിനാ അങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നേ? അതൊന്നും അമ്മയ്ക്ക് അറിയില്ല, വെറുതെ എന്തിനാ അവരെ പറ്റി സംസാരിക്കുന്നേ? മോൾക്ക് അമ്മ ഐസ്ക്രീം തരാം. ഐസ്ക്രീം എന്ന് കേട്ടതും ആനി ഒടുക്കത്തെ ഹാപ്പി. പക്ഷേ ടൈലറിന് മാത്രം റൊമോണ പറഞ്ഞത് ഒന്നും അങ്ങോട്ട് വിശ്വാസമായില്ല. മാത്രമല്ല ആ ലേഡിയെ കണ്ടാൽ തന്നെ അറിയില്ലേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ടൈലർ ഇപ്പം അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ അച്ഛൻ്റെ തോക്ക് എടുത്തോട്ട് വരണ്ടേ? മര്യാദയ്ക്ക് നീ അകത്ത് കയറി പോടാ, നീ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ടൈലർ വാശിയായി. ഇല്ല, ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കും. ഓണയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ ടേബിളിന്റെ പുറത്തുണ്ടായിരുന്ന ഹസ്ബൻഡിന്റെ ആ ഒരു കോഫി കപ്പ് എടുത്തിട്ട് താഴേക്ക് ഒരു ഏറ്. അതോട് കൂടിയിട്ട് അവന് ദേഷ്യത്തോടെ അവൻ്റെ റൂമിലേക്ക് കയറി പോകുന്നു. ശേഷം അവൻ ജനാലിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കസേര വലിച്ചിട്ടിട്ട് വാശിയോട് ആ ഒരു ലേഡിയെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങുകയാണ്. അല്പനേരം കഴിഞ്ഞ് ദേഷ്യമെല്ലാം മാറിയപ്പോൾ റൊമോന ടൈലറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാ ഡോറും നീ ക്ലോസ് ചെയ്തേക്കല്ലേ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഓൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവർക്ക് എന്തോ ചെറിയൊരു ഓർമ്മക്കുറവ്, അതാ അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ അവർ പൊയ്ക്കോളും. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആനി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ആ ലേഡി ഇതേ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവൾ വന്ന് പറയാണ്. ടൈലർ റൊമോണയും വന്ന് നോക്കുമ്പോൾ ശരിയാണ്, നേരത്തെ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്നും അവർ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു ലേഡിയുടെ നിഴലാണെന്നുണ്ടെങ്കിൽ നീണ്ട് അവരുടെ കാറിന്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോഴും ആ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അതേ ഇരുത്തം തന്നെയാണ്. റൊമോന ആണെന്നുണ്ടെങ്കിൽ തൻ്റെ കാലിലെ മുറിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആനി ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈലർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. റൊമോന പുറത്തേക്ക് നോക്കുമ്പോൾ ആ ലേഡി ഇതുവരെ പോയിട്ടില്ല. അപ്പോഴാണ് പട്ടിയുടെ കുര കേൾക്കുന്നില്ലല്ലോ എന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നിയപ്പോൾ അവൾ പുറത്തേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കിയപ്പോൾ പട്ടിയെ കെട്ടിയിരുന്ന ആ ഒരു ചങ്ങലയുടെ പകുതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഉറക്കെ പട്ടിയുടെ പേര് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒരു റെസ്പോണ്ടും ഇല്ല. കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് പട്ടിയെ കെട്ടിയിരുന്ന ചങ്ങലയിലെ പകുതി മണ്ണിനടിയിലേക്ക് പൂഴ്ന്നു പോയിരിക്കുന്നത് അവൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ പട്ടിയെ ഇപ്പോൾ മണ്ണിനടിയിലാക്കിയിരിക്കുകയാണ്. അത് ആ ഒരു ലേഡിയുടെ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി. റൊമോണ ഇപ്പോൾ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. ഒരു നിമിഷം പോലും നിൽക്കാതെ അവൾ വേഗം വീട്ടിനുള്ളിലേക്ക് തന്നെ കയറുകയാണ്. ഇതേ സമയം ഉറക്കത്തിലായിരുന്ന ടൈലർ ആണെന്നുണ്ടെങ്കിൽ ഞെട്ടി എണീറ്റിട്ട് ആദ്യം നോക്കുന്നത് ആ ലേഡി പോയോ എന്നാണ്. എന്നാൽ അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. റൊമോൺ ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ സേഫ്റ്റിക്കായിട്ട് കയ്യിലൊരു കത്തിയും കരുതിയിട്ടുണ്ട്. ടൈലർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ നമുക്ക് അയൽക്കാരോട് സഹായം ചോദിച്ചാലോ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് നമുക്ക് പോലീസിനെ വിളിക്കാം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്യാമല്ലോ, പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, അത് വിട്. കുറച്ച് ദൂരം മാറിയിട്ടൊരു ഫാമില്ലേ, അവിടേക്ക് ഞാൻ നടന്നു പോവാം. എന്നിട്ട് ഫോൺ ചെയ്ത് ആരോടെങ്കിലും സഹായം ചോദിച്ചാലോ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നീ എവിടെയും പോകുന്നില്ല. അതും കൂടി ആയപ്പോൾ ടൈലറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. തൻ്റെ ടെൻഷൻ മാറ്റാനായിട്ട് അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോൾ ഭിത്തിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കളിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ആ പന്തിൻ്റെ ശബ്ദം കേട്ടതും റൊമോണിക്ക് നല്ല ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് വന്നിട്ട് ആ പന്ത് പിടിച്ചങ്ങ് മേടിക്കുകയാണ്. ശേഷം അത് വിൻഡോ വഴി പുറത്തേക്ക് ഒരു ഏറ്. എന്നിട്ടും അവൾക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. ആനി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തോ തെറ്റിച്ചപ്പോൾ ദേഷ്യം മുഴുവൻ ആ ഒരു കൊച്ചിനോട് അവൾ ചാടി തീർക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്തപ്പോഴാണ് താൻ പറഞ്ഞത് ഒരല്പം കൂടിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായത്. സോറി മോളെ, അമ്മ വല്ലാതെ അപ്സെറ്റായിപ്പോയി. അതുകൊണ്ടാണ് ആനിയോട് ക്ഷമയും പറഞ്ഞ് റൊമോണ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്.
ഇതേ സമയം തന്നെ അവരുടെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കണ്ണാടിയിൽ ഇവരുടെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആനിയുടെ നിലവിളി കേൾക്കുന്നത്. രണ്ടുപേരും കൂടി ഓടി ചെന്ന് നോക്കിയപ്പോൾ എന്തോ കൊണ്ടിട്ട് അവരുടെ കാല് മുറിഞ്ഞിട്ടുണ്ട്. ബാൻഡേഡ് കെട്ടിത്തരാം അമ്മ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കുട്ടീനെയും കൊണ്ട് മുകളിലേക്ക് പോവാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ടൈലർ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അതും വിചാരിച്ചിട്ട് അവൻ കയ്യിലൊരു കമ്പി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ പോകുമ്പോഴാണ് വീടിന്റെ സൈഡിലായിട്ട് ഒരു പെയിന്റിങ് വരച്ചു വെച്ചിരിക്കുന്നത് അവൻ കാണുന്നത്. അത് റൊമോന വരച്ചതായിരുന്നു. അതും ഒരു ലേഡിയുടെ ഫോട്ടോയാണ് വരച്ചിരിക്കുന്നത്. പുറത്തിരിക്കുന്ന ലേഡി ആണെങ്കിൽ തന്റെ ശരീരം മുഴുവൻ ഒരു കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ. ഈ പെയിന്റിങ്ങിലും അതേപോലെ തന്നെയാണ് കാണാനുള്ളത്. ടൈലർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ നായയാണ് നോക്കുന്നത്. പക്ഷെ പട്ടി അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് കൂട്ടിൽ ചത്തു കിടക്കുന്ന കോഴികളെ അവൻ കാണുന്നത്. ശരിക്കും അവൻ പേടിച്ച് നിൽക്കുകയാണ്. പിന്നീട് അവൻ പോയത് കാറിന്റെ അടുത്തേക്കാണ്. കാറ് തുറന്നിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. വീണ്ടും അവൻ തല ഉയർത്തിയിട്ട് ആ ലേഡിയെ നോക്കുന്നുണ്ട്. അവൻ ഞെട്ടിപ്പോയി. കാരണം ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇവൻ ഇരിക്കുന്ന ഷെഡിന്റെ പുറത്തായിട്ട് ആരോ ഇങ്ങനെ നടന്നു വരുന്ന സൗണ്ട് ഇവൻ കേൾക്കുന്നത്. ആരായാലും പേടിച്ചു പോവില്ലേ? പക്ഷെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാറിൽ നിന്ന് ഇറങ്ങി അവൻ പതിയെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറിന്റെ പുറത്തായിട്ട് ഒരു വലിയ നിഴല് വരുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ഈ നിഴല് വന്നിട്ട് കാറ് മൂടിയിരുന്ന ഷീറ്റ് വലിച്ചങ്ങ് മാറ്റുകയാണ്. പേടിച്ചു പോയി അവൻ തിരിഞ്ഞു ഓടാൻ നോക്കുകയാണ്. അവിടെയുള്ള കണ്ണാടിയിലായിട്ട് ആ ലേഡിയുടെ നിഴല് പോലെ എന്തോന്ന്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണൂനുമില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ അകത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന പോലെ ഒരു നിഴല് അവൻ കാണുന്നത്. പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് അടിക്കാനായിട്ട് ഓങ്ങിയതും അത് റൊമോന ആയിരുന്നു. ജസ്റ്റ് മിസ്, അടി കിട്ടാണ്ട് അവൾ രക്ഷപ്പെട്ടു. അകത്തേക്ക് വന്നതും റൊമോനയുടെ കയ്യിൽ നിന്ന് വയർ നിറച്ച് അവൻ മേടിച്ചു കൂട്ടുന്നുണ്ട്. നിന്നോട് വീടിന് പുറത്തിറങ്ങുന്നത് ഞാൻ പറഞ്ഞതല്ലേ, അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ശരിക്കും പ്രശ്നമുണ്ട്. ഇതേതാ ഈ സ്ത്രീ? നമ്മുടെ പട്ടി കാണുന്നില്ല, കോഴികളൊക്കെ ചത്ത് കിടക്കുന്നു, കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ടൈലറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആനിമോളെ, ഇനി നമ്മൾ അമ്മയെ വിശ്വസിക്കരുത്, നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ റൊമോനയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു. അവൾ കയ്യിൽ കിട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അവന്റെ നേർക്ക് വലിച്ചെറിയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സോറിയും പറയുന്നുണ്ട്. അറിയാതെ ഞാൻ ടെൻഷനിൽ ചെയ്തു പോയതാ. എന്നാൽ അത് കേൾക്കാതെ ടൈലർ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് അവന്റെ മുറിയിൽ കയറിയിട്ട് വാതിലടയ്ക്കാണ്. അവനിപ്പോൾ നിൽക്കുന്നത് അവന്റെ അച്ഛന്റെ റൂമിലാണ്. ആ റൂം മുഴുവനും അവൻ അരിച്ചു പെറുക്കുന്നുണ്ട് അച്ഛന്റെ തോക്കിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ ആയിട്ട് ഒരു അറ ഉള്ളത് അവൻ ശ്രദ്ധിക്കുന്നത്. ഒരു പക്ഷേ തോക്ക് അതിനകത്തായിരിക്കാം. റൊമോന ആണെന്നുണ്ടെങ്കിൽ കതക് തുറക്കാനായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയം ആനി ആണെന്നുണ്ടെങ്കിൽ വിൻഡോ വഴി ആ ലേഡിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് റൊമോന മറുവശത്തേക്ക് പോകാനായിട്ട് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ കാല് സ്ലിപ്പായിട്ട് തറയിൽ അവൾ വീഴുന്നുണ്ട്. ശബ്ദം കേട്ടപ്പോൾ തന്നെ ആനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലേഡി കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചുമില്ല. ഇതേ സമയം തപ്പി തപ്പി ഒടുക്കം നമ്മുടെ ടൈലറിന് ആ ഒരു തോക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊരൊറ്റ ബുള്ളറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തെ ഡോർ വഴി റൊമോന ഇങ്ങോട്ടേക്ക് വന്നതും നമ്മുടെ ടൈലർ ആണെന്നുണ്ടെങ്കിൽ അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോവാണ്. അമ്മയെ തുറന്നു വിടരുത് കേട്ടോ എന്ന് ആനിയുടെ അടുത്തും പറയുന്നുണ്ട്. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാൻ പറഞ്ഞിട്ട് ടൈലർ അതുമായിട്ട് പുറത്തേക്ക് പോവാണ്, അതായത് ആ തോക്കായിട്ട്. എന്നിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരും, അതിനുള്ളിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണം എന്നും പറഞ്ഞിട്ട് അവൻ 1 മുതൽ 10 വരെ എണ്ണാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ടൈലർ ശരിക്കും പേടിച്ചു പോയി. അവൻ എണ്ണുന്നതിനനുസരിച്ച് ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും ഇല്ലാതെ അവൻ്റെ മുന്നോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തമാശ പറയില്ല, സത്യമായിട്ട് ഞാൻ നിങ്ങളിപ്പോൾ വെടിവെക്കും. അതും പറഞ്ഞ് അവൻ ട്രിഗർ അമർത്താനായിട്ട് പോയതും ആ ലേഡി അവരുടെ തലയിൽ മൂടിയിരുന്ന ഷാൾ എടുത്ത് മാറ്റുകയാണ്. ഇതേ സമയം റൊമോന ആണെന്നുണ്ടെങ്കിൽ കതക് തുറക്കാൻ പറഞ്ഞിട്ട് ഒച്ചവെളിയും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആനി ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് കതക് തുറന്ന് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ടൈലർ ആണെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ആ ലേഡി അപ്പോൾ അവരുടെ കൈ ആണെന്നുണ്ടെങ്കിൽ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ നിഴല്, ആ കൈയിൻ്റെ നിഴല് നേരെ അവരുടെ ആ ഭിത്തിയിലേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബെല്ലുണ്ടായിരുന്നു, മണി മുഴക്കുന്ന. ആ ഒരു ബെല്ലുമ്മലിലേക്ക് അത് പോകുന്നുണ്ട്. ആ ഒരു മണി അപ്പം തന്നെ മുഴങ്ങുന്നുണ്ട്. അവനാകെ ഞെട്ടിപ്പോയി. നീ നല്ല കൺഫ്യൂഷനിലാണല്ലേ? നിന്റെ അമ്മ നിന്നോട് ഇതുവരെ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. അന്ന് നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ആ രാത്രി ഉണ്ടല്ലോ, അതിനെപ്പറ്റി നിന്റെ അമ്മ പറഞ്ഞത് മുഴുവൻ കള്ളാണ്. അതെല്ലാം കേട്ടപ്പോൾ തന്നെ അവന് ദേഷ്യം വരുന്നുണ്ട്. അവൻ വേഗം അകത്തേക്ക് വരികയാണ്. എന്നിട്ട്, അമ്മ, നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നല്ലേ? അന്ന് എൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? ടൈലർ കുഴപ്പിച്ച് ചോദിച്ചപ്പോൾ തന്നെ വേറെ വഴിയില്ലാതെ റൊമോന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. റൊമോനയും ഹസ്ബൻഡും കൂടി ഒരു ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. പക്ഷേ അവരിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ റൊമോനയ്ക്ക് ഇഷ്ടമല്ല. ആ ഒരു വീട്ടിൽ താമസിക്കുന്നതേ റൊമോനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ താമസം മാറണമെന്ന് അവൾ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു.
അങ്ങനെ ഒരു ദിവസം അവൾ തെറ്റിയിട്ട് ഹസ്ബൻഡിനോട് തെറ്റിയിട്ട് ഇവർ ഒറ്റയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ ഹസ്ബൻഡും കയറുന്നുണ്ട് കാർ. എല്ലാ തവണയും ഹസ്ബൻഡാണ് കാർ ഡ്രൈവ് ചെയ്യുക. പക്ഷേ ഇത്തവണ നമ്മുടെ റൊമാനയാണ് കാർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന നേരത്തും നമ്മുടെ ഈ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വീടിനെ പറ്റി പറയുന്നുണ്ട്. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൾ മിററിലേക്ക് നോക്കിയപ്പോൾ വണ്ടിയുടെ പിറകിലായിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു കാറാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വണ്ടിയിൽ പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഹസ്ബൻഡ് മരിക്കാനായിട്ടുണ്ടായിരുന്ന യഥാർത്ഥ കാരണം. ഈ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. വെയിൽ മാറി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ലേഡിയുടെ നിഴലും ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നേരെ ഇവരുടെ വീടിനകത്തേക്കാണ് വരുന്നത്. നേരത്തെ റൊമാന ഒരു പന്തെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആനി നോക്കുമ്പോൾ ആ പന്ത് ദേ വീണ്ടും അകത്ത് വന്ന് കിടക്കുന്നുണ്ട്. മാത്രമല്ല ആ ലേഡിയുടെ നിഴലും ഇപ്പോൾ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് ആ വീട്ടിലുള്ള സാധനങ്ങൾക്കെല്ലാം സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ ഈ നിഴലാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങളും നശിപ്പിക്കാനായിട്ട് തുടങ്ങി. പേടിച്ചു പോയ അവരാണെന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് ഉടൻ നോക്കിയപ്പോൾ ആ നിഴൽ വന്ന് ഡോറുകളെല്ലാം അങ്ങ് അടച്ചു കളയുകയാണ്. അങ്ങനെ റൊമാന മക്കളെയും കൊണ്ട് മുകളിലേക്ക് ഓടാൻ തുടങ്ങി. മച്ചിന്റെ മുകളിലേക്ക് പോകുക എന്നാണ് ലക്ഷ്യം. അങ്ങനെ ഒടുക്കം എല്ലാവരും മച്ചിന്റെ മുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആ നിഴല് വിടാതെ അവരെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആനിയുടെ കാലിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിങ് എടുത്തിട്ട് നമ്മുടെ ടൈലർ ആണെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ അങ്ങോട്ട് വെക്കുകയാണ്. അതോട് കൂടിയിട്ട് ആ ഒരു നിഴലിന് ഈ ഒരു അകത്തേക്ക് കടക്കാനായിട്ട് ആ ഒരു വെട്ടം മറഞ്ഞതും പിന്നെ ഈ നിഴലിന് അവിടേക്ക് വരാൻ പറ്റില്ലല്ലോ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ നിഴല് വീണ്ടും വരാം, തങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 3 പേരും ഇപ്പോൾ പേടിച്ച് വരച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ഒന്നാമത് ഇവിടെ കറണ്ട് ഇല്ല. അതിന്റെ കൂടെ താഴെ നിന്ന് എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിയോടെ ഇവർ ചുറ്റും നോക്കുന്ന സമയത്താണ് അവിടെ മൂലയ്ക്കായിട്ട് എന്തോ ഒരു കറുത്ത രൂപം ഇരിക്കുന്നത് പോലെ ടൈലറിന് തോന്നുന്നത്. വേഗം അങ്ങോട്ടേക്ക് അവൻ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ പുറത്തായിട്ട് ആ ലേഡി ഇരുന്നിരുന്ന ആ ചെയർ ഉണ്ടല്ലോ, അത് ആ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇത് കണ്ട അവരുടെ അവസ്ഥ എന്തായിരിക്കും? 3 പേരും ഞെട്ടി തരിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ലേഡി റമോനയുടെ പുറകിലായിട്ട് വരുന്നത്. ഞെട്ടിപ്പോയത് കാരണം ടൈലറിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തറയിലേക്ക് വീണു പോവാണ്. റൊമാന പെട്ടെന്ന് ഒരു ബാറ്റ് എടുത്തിട്ട് ആ ലേഡിയെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പണി പാടി. ആനി ഓടി വന്നിട്ട് തറയിൽ കിടക്കുന്ന ആ ഒരു ടോർച്ച് ലൈറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മുന്നിലേക്ക് വെട്ടമടിച്ച് നോക്കുമ്പോൾ ദേ നിൽക്കുന്ന ആ ഒരു ലേഡി, അവരുടെ മുഖത്തിന്റെ ഒരു സൈഡ് മൊത്തം ആകെ തകർന്ന നിലയിലായിരുന്നു. ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ പതിയെ ആനിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ടൈലർ. മോൾ എന്തിനാ പേടിക്കുന്നത്? മോളെ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പതിയെ ആനിയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ് ഈ ഒരു ലേഡി. ടൈലർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലേഡി ആനിയുമായിട്ട് അവിടുന്ന് മാഞ്ഞു പോവാണ്. അപ്പോഴേക്കും റമോനയും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ആനിയുടെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അവർ നോക്കുമ്പോൾ താഴത്തെ റൂമിൽ നിന്ന് വെട്ടം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആനിയെ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ തന്നെ 2 പേരും വേഗം താഴേക്ക് പോവാണ്. നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ടൈലറിനെ പുറത്ത് നിർത്തിയിട്ട് റൊമാന മാത്രം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതിനു മുന്നേ ടൈലർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ലൈറ്ററും തെളിയിച്ചുകൊണ്ട് ഈ റൂമിനുള്ളിലേക്ക് കയറുകയാണ്. അവരുടെ ഹസ്ബൻഡിൻ്റെ മുറിയായിരുന്നു അത്. നേരത്തെ ടൈലർ തോക്കെടുത്ത ആ ഒരു ലോക്കറില്ലേ, ആ ഒരു ലോക്കറിനോട് ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. അതിനുള്ളിലൂടെ ഒരു വലിയ വഴി ഉണ്ടായിരുന്നു, ഒരു തുരങ്കം പോലെയുള്ള വഴി. ഈ വഴി അവൾ നടന്നു പോവാണ്. എത്ര പോയിട്ടും അവസാനിക്കുന്നില്ല. ഒരു പിടുത്തം കിട്ടുന്നില്ല ഇത് ഏത് വഴിയാണെന്ന്. അങ്ങനെ അങ്ങേ അറ്റത്തെത്തി. അവിടെ മറ്റൊരു മുറി ഉണ്ടായിരുന്നു. അവിടെ ആ ബെഡിലായിട്ട് റമോനയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് കിടപ്പുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ റമോന ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ. അയാൾ കണ്ടത് ഒരു സ്വപ്നത്തെ പറ്റിയിട്ട്. അതേ വീഡിയോ, അതേ കാര്യം തന്നെ ഇപ്പോൾ ആ ബെഡിൽ കിടക്കുന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആഗ്രഹം പോലെ ആ വീട് മുഴുവനും ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഇതെല്ലാം കണ്ടും കേട്ടും റമോനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അവൾ അയാളുടെ അടുത്തേക്ക് പോയിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ വാശി കാരണമാണല്ലോ ഹസ്ബൻഡ് മരിച്ചത്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴാണ് അയാളുടെ കയ്യിലെ ടാറ്റു അവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും ഇതൊന്നും യഥാർത്ഥമല്ല, റിയാലിറ്റിയിലേക്ക് അവൾ തിരിച്ചു വരികയാണ്. അവൾ പെട്ടെന്ന് പോകാനായിട്ട് എണീറ്റതും അയാൾ പെട്ടെന്ന് വന്നിട്ട് അവളുടെ തല വഴി ഒരു തുണിയിട്ട് മൂടുകയാണ്. എന്നിട്ട് അവളെ പിടിച്ചു വെക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ അവൾ കണ്ണു തുറന്നപ്പോൾ അവൾ വീടിൻ്റെ പുറത്തായിരുന്നു. അതും ആ ലേഡി ഇരുന്നിരുന്നില്ലേ, അതേ കസേരയിൽ അതേ ഡ്രസ്സും ധരിച്ച് അവൾ ഇരിക്കുകയാണ്. തുടക്കത്തിൽ ആ ലേഡി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൊമോന വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സംഭവം തന്നെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ഹലോ മാം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഞാൻ ഇവിടെ എങ്ങനെയാണ് വന്നത്? അത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുഖത്തെ ആ ഒരു തുണിയെടുത്ത് മാറ്റുകയാണ്. ആ ഷോള് മുഴുവൻ മാറ്റിയപ്പോൾ തന്നെ അവളിപ്പോൾ മച്ചിൻ്റെ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ ആ ലേഡി ആനിയോട് സംസാരിച്ചില്ലേ, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നു. പക്ഷേ ഇവിടെ ലേഡിക്ക് പകരം റൊമോന ആണെന്ന് മാത്രം. മോള് പേടിക്കണ്ട കേട്ടോ, അമ്മ മോളെ ഒന്നും ചെയ്യില്ല, മോളെ കൊണ്ടുപോകാൻ അമ്മ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ റൊമോന നിൽക്കുന്നത് അവരുടെ റൂമിലായിരുന്നു. കയ്യിൽ ആനയുമുണ്ട്. അപ്പോൾ തന്നെ ടൈലറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
എന്തായാലും ആനയ്ക്കൊന്നും പറ്റിയിട്ടില്ല, നീ വേഗം ആനയും കൊണ്ട് താഴേക്ക് പോ, ഞാൻ വന്നോളാം. അതും പറഞ്ഞ് അവൾ രണ്ടുപേരെയും താഴേക്ക് വിടുന്നുണ്ട്. അവര് പോയപ്പോൾ തന്നെ റൊമോന തോക്കെടുത്തിട്ട് ആ മുറിയിൽ തന്നെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ചൂണ്ടാണ്. എല്ലാം ഇവിടെ അവസാനിക്കണം, ഇനി മേലാ തിരിച്ചു വന്നു പോകരുത്. അവളത് പറഞ്ഞതും ഇരുട്ടിൽ നിന്നും ആ ലേഡി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ നിന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഇതുപോലെ ഒരിക്കൽ ഈ തോക്ക് നിന്റെ കയ്യിൽ വരാൻ നീ ആഗ്രഹിച്ചില്ലേ? ഇത്രയും നാളും നീ കാത്തിരുന്നത് അതിനു വേണ്ടിയല്ലേ? എന്നാൽ ആ ലേഡി എന്താണ് പറയുന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെക്കും. അതിനു വേണ്ടി തന്നെയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നീ അങ്ങനെ തന്നെ ചെയ്യും. ഞാനിവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ലേ? ഞാൻ വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ്, അതും നീ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ എഴുന്നേൽക്കാൻ നേരം റൊമാന എനിക്ക് ശക്തി തരണേ എന്ന് അവൾ പ്രാർത്ഥിക്കാറുണ്ട്. അതും ആ ഒരു ലോക്കറിലേക്ക് നോക്കിയിട്ടായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു തോക്കിരിക്കുന്നതും. തോക്കിലുള്ള ബുള്ളറ്റുകളെല്ലാം മാറ്റിയിട്ടും വെറും ഒരു ബുള്ളറ്റ് മാത്രമാണല്ലോ ലോഡ് ചെയ്ത് വെക്കുന്നതും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊമാനയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞല്ലേ, ജീവിതം തന്നെ മതിയാക്കി മരിക്കാനായിരുന്നു അവളുടെ തീരുമാനം. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ശക്തി തരാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരിക്കലും അത് നിന്റെ കാല് ശരിയാക്കാൻ വേണ്ടിയല്ല, പകരം നിനക്ക് മരിക്കാനുള്ള ശക്തി തരാൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. ഞാൻ വേറെ ആരുമല്ല, നിന്റെ മനസ്സിൻ്റെ പാതി തന്നെയാണ് ഞാനും. ആ ലേഡി അങ്ങനെ പറഞ്ഞതും റൊമോന ആകെ ടെൻഷനിലായി. എനിക്ക് കുട്ടികളുള്ളതാ, അവരെ എനിക്ക് വളർത്തണം. ആ സമയമെല്ലാം കഴിഞ്ഞു പോയി റമോന, ഇന്നാണ് ആ ദിവസം. അവരങ്ങനെ പറഞ്ഞതും റമോനയുടെ മനസ്സും ഒരു നിമിഷം ചാഞ്ചാടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികളോ? അവരത് ചോദിച്ചതും ഭിത്തിയിലായിട്ട് ടൈലറിൻ്റെയും ആനിയുടെയും ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ലേഡി തൻ്റെ കയ്യിലുള്ള ലൈറ്റർ വെച്ച് ആ ഓരോ ഫോട്ടോയിലും കാണിച്ചതും ഇപ്പോഴുള്ള ഫോട്ടോകൾ മാറിയിട്ട് ഭാവിയിലുള്ള ആ കുട്ടികളുടെ ഫോട്ടോസ് അതിൽ തെളിഞ്ഞു വരുന്നു. രണ്ടുപേരും വളർന്നു വലുതായി നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നീ ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ വളർന്നോളും. ആ ഫോട്ടോകളെല്ലാം കണ്ടതും റൊമാന ഒരു നിമിഷം സൈലൻ്റായി. അല്പനേരം മിണ്ടാതിരുന്ന് അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അവസാനമായിട്ട് എനിക്ക് എൻ്റെ കുട്ടികളോട് ഗുഡ് ബൈ പറയണം. അതും പറഞ്ഞ് അവൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ശേഷം ഒരു ടോർച്ച് ലൈറ്റും ടൈലറിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം രണ്ടുപേരെയും കൊണ്ട് അവൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങാണ്. അടുത്തൊരു ഫാം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആനയും കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. അപ്പോൾ അമ്മ വരുന്നില്ലേ എന്ന് ടൈലർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്, അതിനുശേഷം ഞാൻ വരാം, നിങ്ങൾ സേഫായിട്ട് പോയിട്ട് വാ. അത് കേട്ട് നമ്മുടെ ആനി ആണെന്നുണ്ടെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവ എടുത്തിട്ട് റൊമാനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ ഒറ്റയ്ക്ക് വരണ്ട, അമ്മ തിരികെ വരുമ്പോൾ ഈ ഒരു പാവയും കൊണ്ട് വന്നാൽ മതി എന്നാണ് അവൾ പറയുന്നത്. അതും പറഞ്ഞ് പാവയും കൊടുത്ത ശേഷം ടൈലറിൻ്റെ കൂടെ ആനിയും പോവുകയാണ്. ഇവർ രണ്ടുപേരും പോയതും റൊമോന തിരികെ വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ശേഷം ആ ലേഡി ഇരുന്നിരുന്ന ചെയറിലെ അതിലേക്ക് അവൾ ഇരിക്കുന്നുണ്ട്. അവളുടെ തൊട്ട് സൈഡിൽ തന്നെ ആ ഒരു ലേഡിയും നിൽപ്പുണ്ട്. അവർ വന്ന് ഈ തോക്ക് പിടിച്ച് റൊമോനയുടെ തലയ്ക്ക് നേരെ ചൂണ്ടിക്കൊടുക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ മരിക്കാൻ പോകുന്ന കാര്യം ആലോചിച്ച് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം നല്ലതിന് വേണ്ടിയാ. ജീവിതകാലം മുഴുവനും ഇതുപോലെ കുറ്റബോധം പേറി ജീവിക്കാൻ പറ്റുമോ? അത്രയും പറഞ്ഞ് റൊമോനയെ അവരെ ആ ട്രിഗർ അമർത്താനായിട്ട് പോയത്. അപ്പോഴാണ് ആനി കൊടുത്തിരുന്ന പാവ തറയിൽ കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ആ പേടിയിലും അവളൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന റമോനയാണ്. അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. റമോന നോക്കുമ്പോൾ ആനിയും ടൈലറും അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അമ്മയെ തനിച്ചാക്കി പോകാൻ രണ്ടുപേർക്കും മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തിരികെ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല. പിന്നെ അമ്മയുടെ ഉള്ളിലെ പേടി മുഴുവൻ അമ്മ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഡി ഇനി തിരിച്ചു വന്നാലോ എന്ന് ടൈലർ ചോദിക്കുന്നുണ്ട്. ഇല്ല, അവരിനി തിരികെ വരില്ല. ഇനി അവർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പോരാടാം. അങ്ങനെ 3 പേരും വീടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ തന്നെ കറൻറ്റും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതുവരെ കാണാട്ടായിട്ടുള്ള ആ ഒരു പട്ടി ഉണ്ടല്ലോ തിരികെ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറി 3 പേരും ഹാപ്പി ആയിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ആ ലേഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമോനയുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അതിനെതിരെ പോരാടി നിന്നാണ് ജീവിക്കണം എന്നുള്ള തീരുമാനം അവൾ ഇപ്പോൾ എടുത്തത്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറിയ റൊമോനയുടെ ഫാമിലിയും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.